ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് എടുത്താലോ. അപ്പോൾ അധികം കട്ടകളൊന്നും ഇല്ലാതെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളൊരു നെയ്ച്ചോറാണ്. നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിതിവിടെ ഒരു ബൗളിൽ 2 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ജീരകശാല റൈസിൽ അതാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനൊരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ കുതിർത്തിട്ട് ചെയ്താലാണ് നെയ്ച്ചോറ് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കുതിർന്നിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നന്നായിട്ട് കനം കുറഞ്ഞരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു സവാള നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി കളർ ചേഞ്ച് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ഇതൊക്കെ മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയണില്ല. ഞാനിവിടെ ഒരു കുറച്ചാണ് രണ്ടും എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എത്രത്തോണ്ട് വേണം അതിനനുസരിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതേ ഈ ഒരു മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ വീർത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ആകെ അങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു നെയ്യിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നെയ്ച്ചോറ് ചൂടാറി കഴിഞ്ഞാലും ഒട്ടും ഇങ്ങനെ കട്ടയായിട്ട് പോകില്ല കേട്ടോ. അങ്ങനെ ഹാർഡായിട്ട് മാറില്ല. ഇനി ഈ ഒരു നെയ്യും ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്കൊരു 3 ഏലയ്ക്കും 4 ഗ്രാമ്പും 2 പട്ടയും 1 ബേ ലീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള നന്നായിട്ട് കനം കുറഞ്ഞരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ക്യാരറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് കൂടി പോകുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റിൻ്റെ കളറൊക്കെ ചോറിൽക്കായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കും. നമുക്ക് നല്ല തൂവെള്ള നിറത്തിലല്ലേ ഈ ഒരു നെയ്ച്ചോറ് വേണ്ടത്. അപ്പോൾ ക്യാരറ്റ് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ക്യാരറ്റും സവാളൊന്നും നമ്മൾ ഒത്തിരി നേരം വഴറ്റിയെടുക്കരുത്. അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവരുത് കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ വറുത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് കിട്ടാനായിട്ടാണ് കേട്ടോ. പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ അതുപോലെ തന്നെ ആകെ അങ്ങനെ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. നല്ല നെയ്ച്ചോറ് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് എന്ന കണക്കിന് 2.5 കപ്പ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഒരല്പം ഉപ്പ് ഇങ്ങനെ മുന്തി നിൽക്കണം. എന്നാൽ മാത്രമാണ് ചോറ് വെന്ത് കഴിഞ്ഞാൽ ചോറിലും കറക്റ്റായിട്ടുള്ള ഉപ്പുണ്ടാവുള്ളൂ. ഇത് നമുക്ക് അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു മുകളിലത്തെ ചോറൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാതും കൂട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക്